ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകട്ടോ. അമ്മച്ചിയുണ്ട്, അമ്മച്ചീനെ കാണിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ചേട്ടായിക്ക് കാണിക്കണം. അങ്ങനെ ഞങ്ങൾ പോവാണ് ഹോളി ക്രോസിൽ. രാവിലെ നല്ല മഴ. മഴയുടെ സമയമല്ലേ ഒരു ദിവസം. അല്ല അത് തന്നെ. പക്ഷെ മഴയുടെ സമയം നേരത്തെ ആവണ്ടല്ലായിരുന്നു, ജൂൺ സ്റ്റാർട്ടിങ്ങിലാവണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. മഴ മാറിയെന്നായിരുന്നു. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും മഴ. നല്ല ചൂടുമായിരുന്നു. ഏറ്റവും മഴ കൂടുതലുള്ള മാസമായത് ജൂൺ മാസം. ഏറ്റവും മഴ കൂടുതൽ ജൂണിലെ മഴ പെയ്യുന്നില്ല. അതെ, ശരിക്കും ഇങ്ങനെയല്ലല്ലോ മഴ പെയ്യണ്ടേ. ഡാമൊക്കെ തുറക്കുന്ന രീതിയിൽ മഴ പെയ്യുന്നല്ലേ സാധാരണ. ഇനി കാണുമ്പോ ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. ഇനി കിടക്കുമല്ലേ മഴയുടെ മാസങ്ങള്. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. അപ്പം ഞങ്ങളിതേ ഡോക്ടറെ കാണാതിരിക്കണം. ഞങ്ങൾ കാണുന്ന ഡോക്ടർ സജി ഡോക്ടറാണ് കേട്ടോ. എനിക്ക് ചിലപ്പോൾ അമ്മേനെ കാണാതിരിക്കും. ഞാനും അമ്മ കയറി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എന്തോ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലിരിക്കും കേട്ടോ. അപ്പോൾ ഡോക്ടറെ കയറി അവർ കണ്ടു. ചേട്ടായി അമ്മയും കൂടെ കയറി കേട്ടോ കണ്ടേ. അപ്പോൾ PR-നെ കാണാനായിട്ടിരിക്കുകയാണ്. സർജറി ചെയ്യാൻ എമൗണ്ട് എത്രയാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കും. ചേട്ടായി അപ്പുറം ഇരിക്കുന്നുണ്ട്. അപ്പോൾ PR വരാൻ ടൈം എടുക്കും. അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എന്താ PR-ൻ്റെ അടുത്തുനിന്ന് ചോദിച്ചിട്ട് നമുക്കിനി കയറി ഡേറ്റ് ഒക്കെ എടുക്കാം. അതിന് ഡേറ്റ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഡേറ്റ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കാം. ചേട്ടായി അവിടെ ഇരുന്നിട്ട് നമ്മൾ എത്രയാണെന്നൊക്കെ ഉള്ളത് നോക്കാം കേട്ടോ. PR-ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. സർജറിയുടെ എമൗണ്ട് എത്രയാവും എന്നൊക്കെ ഉള്ളത് കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോകണം. ചേട്ടായി എല്ലാം വിശദമായിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാം കേട്ടോ. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണേ. അതിന് ഞങ്ങൾ ചേട്ടായി വന്നിട്ട് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുവാന്ന് വിശദമായിട്ട് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാര്യങ്ങൾ പറയുന്നതല്ലേ. അത് വിശദമായിട്ട് പറയാട്ടോ. ഫ്രണ്ടിലാട്ടോ. പെറ്റ് ഷോ കാണാം. ഇവിടെ പെറ്റ് ഷോ കാണാൻ വേണ്ടി വന്നാണ് കേട്ടോ. ഇത് കഴുത്ത് നോക്കി. പ്രാവുകളാട്ടോ. ആയിരിക്കും. എന്താ ഇത് തത്തയല്ലേ? ഇത് ലവ് ബേർഡ്സ് ആണ്. ഇത് കൊള്ളാം. നമ്മുടെ നിങ്ങൾക്ക് 2 കൂട്ടിനെ മേടിക്കണം ഓർത്തായിരുന്നു കേട്ടോ ഞങ്ങളെ. പക്ഷെ ഇവര് ഞായറാഴ്ച കൊടുക്കാം. നമുക്ക് കൊടുക്കുള്ളൂ. അമ്പോ കാണിച്ചരാട്ടോ. പ്രാവ് വെറൈറ്റി കോഴികളുണ്ട്. നമുക്ക് അതിൽ ചുറ്റി തരാം. അന്നേരം കാണാല്ലേ. അടിപൊളി കേട്ടോ. കൊള്ളാം. കരിങ്കോഴി. ഇവിടെ ഉണ്ട് കേട്ടോ കിളികളൊക്കെ ഇഷ്ടം പോലെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് തന്നെ കൊള്ളാം. സൂപ്പർ. പക്ഷെ ഇവരൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു ഭംഗി ഇടുന്നുണ്ട്. ഇത് വൈറ്റിനെയൊക്കെ ഉണ്ടോ? അയ്യോടാ തനിച്ചായി പോയോ? നമ്മൾ കൊടുക്കുന്ന ഫുഡ് തന്നെ ഇവരും കൊടുക്കുന്ന കേട്ടോ. അതെ ഇഷ്ടംപോലെ കോഴികൾ. എങ്ങോട്ട് നോക്കി. ഹലോ കൊള്ളാല്ലേ. മൊയിലുകളുണ്ട് കേട്ടത്. ഇത് മറ്റേ പന്നി, ഗിനിപ്പന്നി എന്നല്ലേ എന്നെ പറയുന്നത്. അതോ എലിയാണോ? ഹലോ ഉറങ്ങല്ലേ. ആരടാ എന്നെ ശല്യം ചെയ്ത്? അറിയില്ല.
എന്തിനാ ഓടി അങ്ങോട്ട് പോകാൻ പോകില്ല. ഇത് മുയലാട്ടോ. ഉറക്കല്ല, ഭക്ഷണമൊക്കെ കഴിച്ച്. ഓ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. വേറെ ഒരാളെ നിങ്ങക്ക് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അത് തന്നെ ഓട്ടോ പക്ഷേ ഇത് ആ ഇത് ഒട്ടാപ്പശിയല്ലേ? കൊത്തും പക്ഷേ കേട്ടോ, തലക്കെട്ട് കുത്തും. നമ്മള് വരുന്നുണ്ട്, അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയായിരുന്നേ. നമ്മള് വരുന്നുണ്ടപ്പോ കിടന്ന് ഓക്കെ. വെറൈറ്റി ആയിട്ടുള്ളത് കണ്ട. ആ ഒട്ടാപ്പശിയാണ്. ഫിഷ് ഉണ്ട് കേട്ടാ, ഇങ്ങോട്ട് ഫിഷാണേ. ഒരാൾ ഓടി അവന്മാര് ഭയങ്കര ആക്റ്റീവ് കേട്ടോ. കൊള്ളാം, അവന്മാര് ഭയങ്കര ആക്റ്റീവ്. ചാവാറായത് അതിലാണത്. ഗിരിരാജൻ, ഗിരിരാജോയ്. ആ അത് കൊള്ളാം. ഒരാള് തിന്നാൻ കിട്ടിയിരുന്നു കോഴി. അത് തന്നെ. അങ്ങോട്ടുണ്ട്. അത് കൊള്ളാം. ഓ അടിപൊളി. ഇതിന്റെ പേര് ഞാൻ മറന്നു. ചീങ്കണ്ണി മീൻ മലയാളത്തിൽ പറയുന്നത്. ഇതിന്റെ ചെറുതിനെ വളർത്തി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, കുഞ്ഞിനെ. ഇതാരിതേ വെറൈറ്റീസും വേറെ ഉണ്ട് കേട്ടോ. എന്താണ് ഉറങ്ങുവാണോ? ഉറങ്ങുമായിരുന്നോ? ഓ ഇതിനൊക്കെ എത്രയായിരിക്കും അല്ലേ? ഇതിന് പ്രായം ചെന്നതാ. ചെറുതിനെ കിട്ടിയത്. എന്താണ് സ്നേഹമുണ്ടേ. എന്താണ് അത് പൊന്നെ. ഇവരെന്നാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞായറാഴ്ച കഴിഞ്ഞ് വിൽക്കും കേട്ടോ. ഇത് എന്ത് ഉറക്കോടെ എണീക്കടേ ഇങ്ങോട്ട്. എണീക്ക് മതി ഉറങ്ങിയത്. മതി മതി മതി. അതല്ല ഇവിടെയൊക്കെ ഡക്കുണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള. ഇവിടെ നാടൻ കോഴി. ആ ഇപ്പം കൊള്ളാൻ കേട്ടോ, ഇപ്പം അടിപൊളി സംഭവം. ഇവനെ കിട്ടിയ രസമായിരിക്കും. എന്താ കണ്ടോ, ഇതിനൊക്കെ നല്ല ഇണക്കോ കേട്ടോ. കണ്ടോ നമ്മള് കണ്ടപ്പോഴേ എണീറ്റ്. ഒന്നമ്മോ നല്ല മണം ഉണ്ടോ? നല്ല മണം. അത് തന്നെ. എന്നെ എങ്ങനെ ഇതൊന്ന് രക്ഷിക്കൂന്നായിരിക്കും. ഓ അടിപൊളി. എന്താ പേര്? കൊള്ളാം അല്ലേ? അലിഗേറ്റർ, മറ്റേ അലിഗേറ്റർ. അലിഗേറ്റർ വലുതാട്ടോ, നല്ല സൈസുള്ളതാണ്. അല്ലല്ല സിനോപ്പിയുടെ വേറെ
ആറ്റുവളയാണത്. പേരോട് ഇവിടെ വെച്ചാൽ കൊള്ളാം. അത് തന്നെ നമ്മൾ സ്വയം പറഞ്ഞ കേട്ടോ ആറ്റുവള എന്നൊക്കെ. ഏതൊന്നും അറിയില്ല. മുള്ളൻ മീൻ. മുള്ളൻ. ഇത് ഗോൾഡ്. ഇത് ആറ്റുവളയാണോ? ഇല്ല. മോളി അങ്ങനെ എന്തൊരു ചെറിയ കറുത്ത മീൻ. വൈറ്റ് മീൻ. എന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. നന്ദല്. പിരാനയുടെ കുഞ്ഞുങ്ങള് അല്ലേ? മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ പെറ്റ്ഷോന്ന് റോട്ടിൽ കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ്. നമുക്ക് വീട്ടിലേക്ക് 2 കുഞ്ഞു കിളികളെ വാങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ അവർ സൺഡേയിലേക്ക് ഇത് സെയിൽ ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ ലിജ്മോളെയും കൊണ്ട് വരാത്തത് ഇങ്ങോട്ട് വീൽ ചെയർ കയറില്ല. പിന്നെ അമ്മയും ലിജ്മോളും വണ്ടിയിലിരുന്നു. അപ്പോൾ നമുക്ക് വേഗം കയറി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ചേട്ടായി പോകുന്നു. നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കയറി കണ്ടപ്പോൾ ഒട്ടുമിക്ക എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസ്, പിന്നെ അല്ലാത്ത ബുക്സ്, അത് ഇതെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പുസ്തകങ്ങളാണ്. അതെ, അങ്ങനെ ഏത് ബുക്ക് എടുത്താലും 100 രൂപയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് വരുന്നുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. ചൂടുണ്ടോ? കോട്ട് ബാഗാണ് കേട്ടത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ 2-3 ഗ്ലാസ്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ ഗ്ലാസ് മേടിച്ചു. അത് തന്നെ അത് തന്നെ നമ്മുടെ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുന്ന ഗ്ലാസ് മേടിക്കാനാണ് മെയിനായിട്ട് കടയിൽ കയറിയപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു. ലുലുവിലൊക്കെ ഭയങ്കര റേറ്റ്. 900 രൂപയ്ക്ക് ഒരു ഗ്ലാസ്. നമ്മുടെ സംരംഭം തുടങ്ങുമ്പോൾ വളരെ അത്യാവശ്യമായിട്ടൊരു സാധനം ഗ്ലാസ്. അതെ, നമ്മളുള്ള പൈസക്ക് ഓരോ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് എൻഡ് ചെയ്തില്ലല്ലോ, നിങ്ങളുടെ അടുത്ത ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. വേഗം തന്നെ കാണാൻ പറ്റി. അമ്മയ്ക്ക് 22ാമത്തെ ടോക്കൺ ആയിരുന്നു. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടു. ചേട്ടായി അമ്മയും കൂടെ കയറിയാണ് ഡോക്ടറെ കണ്ടത്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഉടനെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ PR-നെ കണ്ടിട്ട് എത്രയാണ് സർജറിക്ക് വേണ്ട എമൗണ്ട് എന്നൊക്കെ ചോദിക്കുക, എന്നിട്ട് ഡേറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ കുറച്ച് എമൗണ്ട് ആവും. ഓൾറെഡി എൻ്റെ കയ്യിൽ 2 മാസം മുന്നേ അമ്മച്ചിക്ക് സർജറിക്കുള്ള എല്ലാ ക്യാഷുകളും റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഡോക്ടർ അവിടെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ കല്യാണമൊക്കെ കഴിച്ച് എന്താ ലീവിന് പോയിട്ടുള്ളതുകൊണ്ട് ആ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു. നമ്മൾക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഡോക്ടർ വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതിനുള്ള ആൻറ്റിബയോട്ടിക് കഴിക്കുമായതുകൊണ്ട് പിന്നെ നമ്മൾ ആ 15-20 ദിവസത്തോളം പോയി. പിന്നെ അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ FNAC അവിടെ പോയി ചെയ്തപ്പം നമ്മൾ അടിമാലി ചെയ്ത FNAC ചെയ്തത് തെറ്റാണ്. കാരണം അവർ ഇവിടെ വരുന്ന മുഴയ്ക്ക് അവർ എടുത്തത് വേറെ സ്ഥലത്താണ് FNAC എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ആ FNACയിലെ റിസൾട്ട് എന്ന് പറയുന്നത് ഫെയിലായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് FNAC എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ള എമൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വിചാരിച്ചാൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയിട്ട് നമുക്ക് തിരക്കാം. അവിടെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്, കുറച്ച് ലേറ്റ് ആവും. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ഡേറ്റ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ട്രിവാൻഡ്രത്ത് പോയി നോക്കാം. കിട്ടുവാണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, ഹോളി ക്രോസിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ചേട്ടായിക്കും അടുത്ത ആഴ്ചത്തേക്കാണ് സർജറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ നമുക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ കുഴപ്പമില്ല. നമ്മളെന്തായാലും എത്രയും വേഗം നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആളുടെ ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യും.
അപ്പോൾ കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു എന്താണ് വീഡിയോ ഇടാത്ത അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഈ രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളെക്കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. എന്താണ് വീഡിയോ ഇടാത്ത, വീഡിയോ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഇടണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കമൻസുകൾ വരാറുണ്ട്. കഴിഞ്ഞ വീഡിയോകൾക്കൊന്നും കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതിലെനിക്ക് സങ്കടമുണ്ട്. അതെന്തായാലും ഞാൻ റിപ്ലൈ ഉടനെ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മൾ ഓക്കെ ആയിട്ട് വരും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൈവം ഉണ്ടെന്നുള്ള പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് പേരുകൾ ഒരുപാട് പേര് ഇങ്ങനെ പ്രചോദനം തരികയാണ്. അപ്പോൾ അതിലും വലുതായിട്ട് നമുക്ക് എന്തുണ്ടല്ലേ. അതൊക്കെ നിസ്സാര കാര്യമാണ്. അതൊക്കെ നമ്മൾ നടക്കേണ്ട രീതിയിൽ നടന്നു പോകും. പിന്നെ ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകൾ, കാരണം സ്റ്റേജ് 3 എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ 4, 5 ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് സാധ്യത കൂടും. അതുകൊണ്ട് അത്രയും വേഗം എടുത്തു കളയാനുള്ള ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളത് ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ഇവിടെ ഉണ്ട്, രുചിമുളക് കിടക്കുകയാണ് കേട്ടോ. കുറച്ച് പരിപാടികൾ ഇനിയുണ്ട്. അച്ചാറൊക്കെ അമ്മ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അച്ചാറൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അതൊക്കെ ഉണ്ട്. എല്ലാവരും അച്ചാർ മേടിക്കുക. നമ്മുടെ മറ്റേ നെത്തോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഇവിടെ ചൂടാന്ന് പറയും. നമ്മളവിടെ അവിടെ പറയുന്ന പേര് ഞാൻ മറന്നുപോയില്ല, എന്തായിരുന്നു, കൊഴുവ അച്ചാറാണ് കേട്ടോ. അച്ചാർ എല്ലാവരും മേടിക്കുക. എന്തായാലും വേണ്ടവർ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ബൈ.